ഏത് തരത്തിലാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പുതിയ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഏത് തരത്തിലാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്? നല്ല നിലയിൽ തന്നെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. ഒരു തടസ്സങ്ങളൊന്നും കാണുന്നില്ല. പൊതുവിൽ ആൾക്കാരെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ്. ഗവൺമെൻറ്റിൻ്റെ അനുകൂല നിലപാടാണ് പൊതുവെ പൊതുജനങ്ങളിൽ നിന്ന് കാണുന്നത്. സാധാരണ ഒരു റൂളിംഗ് പാർട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഇത് പക്ഷേ ഇവിടെ റോഡിൽ സൈഡിലാണ് യോഗം നടന്നത്. ഇങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും ചേർന്ന് വരുമ്പോൾ ഒരു വീട്ടുമുറ്റ കൂട്ടായ്മ പോലെയാണ് ചേരുന്നത്. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആണ്, ഈ ഉച്ച സമയമാണ്, എന്നിട്ട് പോലും അവരെല്ലാം വന്ന് നിൽക്കുകയാണ്. ഞാനിപ്പോൾ രാവിലെ 7 മണിക്ക് ആരംഭിച്ചതാണ്. ഓരോ വീട്ടിൻ്റെയും മുന്നേ ഒരു മുറ്റത്ത് അപ്പുറം അയൽവക്കത്തുള്ള ഒരു 10-20 ആൾക്കാരെല്ലാം കൂടെ ഇരുന്നിട്ട് അവരോട് ചോദ്യവും ഉത്തരവും എല്ലാം പറയുകയും അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയും ഞാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഗവൺമെൻറ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും പറയുകയും വീണ്ടും നമുക്ക് തുടർ വികസനം നടത്തണമെങ്കിൽ ശക്തനായ ഒരു ഭരണാധികാരി വേണം. അത് പിണറായി വിജയനാണ്. LDF ഗവൺമെൻറ് മൂന്നാമത് ഒരു പ്രാവശ്യം അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള പിന്തുണ നൽകണം എന്നെല്ലാം രാഷ്ട്രീയ കാര്യങ്ങൾ ദേശീയ രാഷ്ട്രീയം പറയുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന പറയുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അവഗണന പറയുന്നുണ്ട്. എൻ്റെ ഇതുപോലുള്ള സ്വീകരണ കേന്ദ്രങ്ങളിലെ പല സ്ഥലങ്ങളിലും മുഖാമുഖം എന്നാണ് ഇതിനെ പറയുന്നത്. മന്ത്രിയുമായിട്ടുള്ള മുഖാമുഖം. കുട്ടികൾ വളരെ കൂടുതലാണ്. ഇന്നിപ്പം പരീക്ഷയാണെങ്കിലും കുറേ കുട്ടികളുണ്ടായിരുന്നു, പരീക്ഷ ഇല്ലാതെ കുറേ കുട്ടികളുണ്ടായിരുന്നു. എന്തായാലും അനുകൂലമായ സാഹചര്യമാണ് നിയമമണ്ഡലത്തിലുള്ളത്. കേരളത്തിൽ പൊതുവിൽ അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. താങ്കളിപ്പോൾ സൂചിപ്പിച്ചത് വീണ്ടും നമുക്കൊരു വികസന പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ശക്തനായ നേതാവ് വേണം, അത് പിണറായി വിജയനാണെന്നാണ് പറഞ്ഞത്. പാർട്ടി ഇതുവരെ ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശ്രീ പിണറായി വിജയനെ ഉയർത്തിക്കാട്ടിയിട്ടില്ല. ലീഡർ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ തർക്കമൊന്നും വേണ്ട. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി LDF അധികാരത്തിൽ വന്നാൽ അടുത്ത മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ആയിരിക്കും എന്നാണോ താങ്കൾ പറഞ്ഞത്? ഉറപ്പല്ലേ? സംശയം എന്താ? എങ്ങനെയാണ് സംസ്ഥാനത്ത് ത്രികോണ മത്സരങ്ങൾ നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമവും തിരുവനന്തപുരം ജില്ലയിൽ എന്നൊക്കെ പറയും. താങ്കൾ എങ്ങനെ കാണുന്നു? ഇപ്പോൾ അത് തന്നെയാണ് ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഒന്ന് വിശദീകരിക്കാമോ? കാരണം ഞാൻ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ വികസന നയങ്ങളാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട. ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ ഉൾപ്പെടെ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ത് പദ്ധതിയാണ് മണ്ഡലത്തിൽ കൊണ്ടുവന്നത് എന്ന് വ്യക്തമാക്കണമെന്ന്. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ എന്ത് പദ്ധതിയാണ് ഇവിടെ കൊണ്ടുവന്നത്? ചന്ദ്രശേഖരനും രാജഗോപാൽ സാറും ഒരു പദ്ധതിയും കൊണ്ടുവന്നിട്ടില്ല. ഒരു പുതിയ പ്രോജക്റ്റും ഇവിടെ നിയമമണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. അതിനിപ്പോൾ ഇന്ന് നോമിനേഷനും കൂടെ പിൻവലിച്ച ശേഷമേ ഒരു വ്യക്തമായ ചിത്രം കിട്ടുള്ളൂ. നിയമത്തെ സാഹചര്യത്തിൽ ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ എങ്ങനെയാണത്? താങ്കൾ ആ രാഷ്ട്രീയ സാഹചര്യം ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിപ്പോൾ ഉള്ള പിന്നെ നിയമത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഏറ്റവും മുൻതൂക്കം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് BJP, 3ാം സ്ഥാനത്ത് വന്നിട്ടുള്ള UDF. അതിനായിട്ട് രാഷ്ട്രീയ സാഹചര്യം